നിങ്ങൾക്ക് സമാധാനം. റോമാലേഖനം 8:17 ഇങ്ങനെ പറയുന്നു, നാം മക്കൾ എങ്കിലോ അവകാശികളും ആകും. ഈ ഭൂമിയിൽ ഒരപ്പന് തൻ്റെ മക്കൾക്കാണ് അവകാശം കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വർഗീയ പിതാവിൻ്റെ അവകാശം ആ പിതാവിൽ നിന്നും ജനിക്കപ്പെട്ട മക്കൾക്കുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ പാപങ്ങൾ കഴുകപ്പെട്ട് യേശുവിൽ കൂടെ വീണ്ടും ജനനം പ്രാപിച്ച ദൈവത്തിൻ്റെ പ്രിയ മക്കൾക്ക് ഉള്ളതാണ് എല്ലാവിധമായ ദൈവികാനുഗ്രഹങ്ങൾ. നിങ്ങളുടെ ജീവിതത്തിൽ അവകാശങ്ങൾ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾ അവകാശികളാണ്, നിങ്ങൾ മക്കളാണ്. ആ മക്കളെന്ന പദവിയിൽ നിന്നുകൊണ്ട്, മക്കളെന്ന ആ ഉറപ്പിൽ നിന്നുകൊണ്ട്, ആ ബോധത്തിൽ നിന്നുകൊണ്ട് വേണം നിങ്ങളുടെ സ്വർഗീയ പിതാവിനോട് എന്തെങ്കിലും ചോദിക്കുവാൻ. നാം മക്കളെങ്കിൽ അവകാശികൾ തന്നെയാണ്. പക്ഷെങ്കിൽ നമുക്ക് ബോധമില്ലാത്തിടത്തോളം കാലം നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിനോട് ചോദിക്കുവാൻ പലപ്പോഴും ഭയമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ചില പരിമിതികൾ അവിടെ ഇടും, ചില മതിലുകൾ നമ്മൾ കെട്ടിവെക്കും. ഇങ്ങനെയൊക്കെ അല്ലയോ ദൈവത്തോട് ചോദിക്കാൻ പറ്റത്തുള്ളൂ, ഇങ്ങനെയല്ലയോ കർത്താവോട് സംസാരിക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചിന്തകൾ നമ്മളെ ഭരിക്കുവാനുള്ളത്. എന്നാൽ യഥാർത്ഥമായ ആ ദൈവിക ബോധത്തിലേക്ക് ഒരു ദൈവക്കുഞ്ഞ് കടന്നു വരുന്നത് അവൻ ദൈവത്തിൻ്റെ മകൻ, മകൾ എന്നുള്ള ആ ബോധ്യത്തിൽ നിന്നുമാണ്. ആ ബോധ്യമാണ് ആ വ്യക്തിയെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. ആ വ്യക്തി ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തൻ്റെ പിതാവിനോട് ചോദിക്കുമ്പോൾ പിതാവിന് സന്തോഷമാണ്. നാം മക്കൾ ആണ്, അവകാശികളുമാണ്. ആ ബോധ്യത്തോടു കൂടെ നമ്മുടെ പിതാവിനോട് ചോദിക്കുമ്പോൾ അത് പിതാവിന് ഇഷ്ടമാണ്. അതായത് തൻ്റെ മക്കളുടെ വളർച്ച, മെച്യൂരിറ്റിയാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ദിവസങ്ങളിൽ ആ ദൈവിക വളർച്ചയിലേക്ക്, ആ മക്കളെന്ന ഒരു പേര് കൊണ്ടല്ല, അതിൻ്റെ ഉൾക്കാമ്പിലേക്ക് കയറി വരുമ്പോൾ നിങ്ങളുടെ ചോദ്യങ്ങൾ മാറാൻ തുടങ്ങും. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിക്കാൻ തുടങ്ങും. അതെ, നാം മക്കൾ എങ്കിൽ അവകാശികളും അത്രേ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. God bless you.